എല്ലാം സ്വയം പഠിക്കാം, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗുരു എന്ന സീരിയലിൽ IT ക്ലബ്ബ് GVHSS കൽപ്പകഞ്ചേരി ഒരുക്കുന്ന ട്യൂട്ടോറിയലാണിത്. മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻസ്ക്രിപ്റ്റ് കീബോർഡിന്റെ മാതൃകയാണിത്. ഇതിൽ താഴെ സ്പേസ് ബാറിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. മുകളിലെ അക്ഷരങ്ങൾ കിട്ടാൻ ഷിഫ്റ്റ് കീ അമർത്തണം. ഇനി നമുക്ക് മലയാളത്തിലെ ആദ്യത്തെ അക്ഷരമായ ആ ടൈപ്പ് ചെയ്യുന്നത് പരിശോധിക്കാം. ആ ടൈപ്പ് ചെയ്യാൻ D എന്ന കീ ഉപയോഗിക്കുന്നു. ഷിഫ്റ്റ് അമർത്തി ടൈപ്പ് ചെയ്താൽ ആ എന്ന അക്ഷരം കിട്ടുന്നതാണ്. ഷിഫ്റ്റ് ഇല്ലാതെ ടൈപ്പ് ചെയ്താൽ ഇവിടെ കാണുന്ന ചിഹ്നമായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ ആ എന്ന ദീർഘാക്ഷരം ടൈപ്പ് ചെയ്യുമ്പോഴും ഷിഫ്റ്റ് കീയും E എന്ന കീയും ഒരുമിച്ചമർത്തി ടൈപ്പ് ചെയ്താൽ ആ എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് ഇല്ലാതെയാണെങ്കിൽ ഇവിടെ കാണുന്ന ചിഹ്നം ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു കീയിൽ തന്നെ രണ്ടക്ഷരങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ, ഒന്ന് ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ, രണ്ടാമത്തേത് ഷിഫ്റ്റ് ഇല്ലാതെ ടൈപ്പ് ചെയ്യുമ്പോൾ. ഉദാഹരണങ്ങൾ വേറെയും. നായും ഹായും U എന്ന കീയിൽ നിന്ന് ലഭിക്കുന്നു. ജയിൽ നിന്ന് റായും രായും. എന്നാൽ V എന്ന കീയിൽ നിന്ന് ന എന്ന അക്ഷരം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ മാതൃക നോക്കി എല്ലാം മനസ്സിലാക്കുക. ഇനി ടൈപ്പ് ചെയ്യുമ്പോൾ വേണ്ട വിരൽ ക്രമങ്ങളെ പറ്റി പറയാം. തള്ളവിരൽ സ്പേസ് ബാറിനായി ഉപയോഗിക്കാം. മറ്റു വിരലുകൾ ഉപയോഗിക്കേണ്ട ക്രമം വിവിധ നിറങ്ങൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. അടുത്തതായി മലയാളം ടൈപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്യുന്നതിനുള്ള കീകൾ ഏതൊക്കെയെന്ന് നോക്കുക. C സമം മ, ല സമം N, സ്ലാഷ് ചിഹ്നം സമം യ, ദീർഘചിഹ്നം സമം E, ഷിഫ്റ്റ് N സമം ള, അനുസ്വാര ചിഹ്നം സമം X എന്നിങ്ങനെ പോകുന്നു. ഇവിടെ കാണുന്ന ഇൻവെർട്ടഡ് കോമ ചിഹ്നം ടായ്ക്ക് പകരമുള്ളതാണ്. അതിനു മുൻപ് കാണുന്ന ഈ ചിഹ്നത്തിന് പകരമുള്ള W രണ്ടാമതായാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ചിഹ്നങ്ങൾ ഉള്ള എല്ലാ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം അക്ഷരത്തിന്റെ കീ, പിന്നെ ചിഹ്നത്തിന്റെ കീ. അതായത് ചിഹ്നത്തിന്റെ കീ രണ്ടാമത് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. മലയാളം അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തു പഠിക്കാൻ സഹായകമായ PDF ഫയലുകളും ഇമേജ് ഫയലുകളും കീബോർഡ് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള വീഡിയോ ട്യൂട്ടോറിയലും ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നോ ബ്ലോഗിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. കൂടാതെ ബുക്കുകൾ, പാട്ടുകൾ, ലോകപ്രശസ്ത ചിത്രങ്ങൾ തുടങ്ങിയവയും. വെബ്സൈറ്റ് വിലാസം www.ulearnthis.drupalgardens.com. ബ്ലോഗ് വിലാസം www.itclubbgvhss.wordpress.com.